ആകെ പറഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? പിന്നല്ലാതെ അളിയാ, എനിക്കൊരു കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കാര്യം അളിയൻ അറിയാമോ? അതുകൊണ്ടല്ലേ നീ ഇന്ന് പെണ്ണ് കാണാൻ പോണത്? അളിയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതല്ല. ഞാൻ നിന്റെ നേരത്തെ പറഞ്ഞില്ലേടാ വന്നപ്പോൾ നമ്മുടെ ഭദ്രമായിലെ കെയർ ഓഫിലുള്ള ഒരു കുറ്റമാണ്. അവർക്ക് നന്നായിട്ട് അറിയാം. കൊച്ചിന് ഡിഗ്രിയെ കഴിഞ്ഞ് കൊച്ചിന് ജോലിയുണ്ട്. പിന്നെ നല്ല കാണാനൊക്കെ കൊള്ളാന്നൊക്കെയാണ് ഭദ്രമായി പറയണേ. അളിയ അതൊക്കെ ശരി തന്നെ. ഞാൻ ചോദിച്ചത് എന്തിനാണ് സ്നേഹലത എൻ്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി വരണതെന്നാണ്. അളിയനൊന്നുകൂടി അല്ലാതെ അളിയൻ എന്തെങ്കിലും ഇതുണ്ടോ, നാണക്കേടുണ്ടോ എൻ്റെ കൂടെ പറഞ്ഞതിന്? എനിക്കെന്താ നാണം കേട്ടു നിന്റെ കൂടെ പെണ്ണ് കാണാൻ വരെ? എടാ നീ പെണ്ണ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി വല്ല ഒരുക്കം തുടങ്ങി ലത നിന്റെ കൂടെ വരാൻ വേണ്ടി. എൻ്റെ പൊന്നളിയാ, അവള് വന്നാൽ ശരിയാവില്ല. അളിയൻ അറിയില്ല അവളെ സ്വഭാവം. എന്തെങ്കിലും പറഞ്ഞ് മുടക്കുണ്ടാക്കൂല, പിന്നെ ഇത് മുടക്കും. സത്യമായിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒന്ന് ഒഴിവാക്കി താ. എനിക്ക് വന്നല്ലോ അവള് ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമെന്ന്. അവള് ഇന്നലെ ഒരിക്കൽ കെട്ടി ഭയങ്കര ഇതിലായിട്ട് നിൽക്കുകയാണ് നിന്റെ കൂടെ വരാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ സത്യമായിട്ട് ഞാൻ പോകില്ല. വെറുതെ ഞാൻ അതുപോലെ പോകണം വണ്ടിക്കാശ് ചിലവാക്കണത്. ഞാൻ പോണില്ല, ഉറപ്പായിട്ട് ഞാൻ പോകില്ല. ശരിടാ. ആ ചെറുക്കം വന്നോ എന്തോ? ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഈശ്വര. ടോമിച്ച, സ്വപ്നകുമാറിന്റെ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലോ അതിനകത്തുണ്ട്. അവൻ പെണ്ണ് കാണാൻ പോണില്ലെന്നു. അതെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. എന്റെ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? പറഞ്ഞത് തന്നെ. പിന്നെ ലതയും കൂടെ പോണം. അപ്പം ലത പോകണമെന്നുണ്ടെങ്കിൽ അവൻ പോണില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വാശി. കൊള്ളാം. ലതയും കൊണ്ടാണോ പെണ്ണ് കാണാൻ പോകുന്നത്? എടാ എവിടെ പെണ്ണ് കാണാൻ പോയാലും ചെറുക്കൻ ഇഷ്ടപ്പെട്ടാലും പെണ്ണിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ലതയ്ക്ക് ഇഷ്ടപ്പെടില്ല. അവള് പോണെന്ന് പറഞ്ഞ അടിയേറിയിരിക്കണം അവിടെ. നീ എന്തായാലും കാര്യം പറഞ്ഞിട്ട് അവളോട് പോകണം. നീ അവനെയും കൂടി നീ പോകാൻ നോക്ക്. ചെല്ലടാ. എനിക്ക് തോന്നല്ല, ഞാൻ പറഞ്ഞു നോക്കാം. എന്താ നീ പറഞ്ഞ അവള് കേൾക്കാതെ? നിന്റെ കെട്ടിയോളല്ലേ അത്? പിന്നെ പറഞ്ഞ കേട്ട് ഞാൻ പറഞ്ഞ എല്ലാം അവൾ അനുസരിക്കും പോലെ നോക്കട്ടെ. കെട്ടിയോളൊന്നും പറഞ്ഞു നടക്കും. അനുസരിപ്പിക്കാൻ കഴിവില്ല. നോക്കട്ടെ. നന്നായിരിക്കും. ആന്തൊരു തൃപ്തി കുറവ്. നന്നായിട്ടില്ലേ? എന്ത് ചിരിക്കണ? ഈയിടെയായിട്ട് എന്റെ സൗന്ദര്യത്തെ ശ്രദ്ധിക്കാനോ അതിന് നല്ല കൂടി 2 വാക്ക് പറയാനും ചെയ്യാൻ സമയം കണ്ടെത്താറില്ല കേട്ടാ. അതിന്റെ കുറവൂടെ ഉള്ളു, ബാക്കിയൊക്കെ ആയി. അതെന്ത് പറയാൻ ഒരു കുശുമ്പ്. എനിക്കെന്താ നാശിക്കുക കുശുമ്പ്? പുതിയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. കഴുത്തിൽ കയറി കുത്തണം. നിനക്കെന്താണ് പ്രാന്താണ്? ഇതെല്ലാം കൂടെ ഈ മാലയും ഇതെല്ലാം കൂടെ വാരിട്ടോണ്ട് പോയത്. അയ്യോ, ഇതിടാൻ വേണ്ടിട്ടാണ് ഇച്ചായ വാങ്ങിച്ചെന്നത്. അലുമാര വെച്ച് പൂട്ടാനാ വാങ്ങിച്ചെന്നത്. ഇച്ചായ നോക്കിയോ, ഞാൻ അവിടെ ചെന്ന് കേറുമ്പോഴേക്കും അവിടെ പെണ്ണിന്റെ അമ്മയും കുഞ്ഞമ്മയും അമ്മായി തള്ളവരും എല്ലാരും നോട്ടം ഈ മാലയിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് ചെയ്തിട്ടുണ്ട് പോണത്. നല്ലല്ലേ? അവന്റെ കൂടെ കൊണ്ടുപോകണില്ലെന്ന് പറഞ്ഞു. എടി ഒരുത്തര് പെണ്ണ് നോക്കാൻ പോകുമ്പോഴേ പോയി ചൊവ്വേരല്ലേ പെട്ടെന്നൊരു പുതിയ ഡ്രസ്സ് കയറിയപ്പോൾ മോഹമൊക്കെ മാറി. നിങ്ങൾ പറ, വല്ലപ്പോഴും ഇത്ര വൃത്തിയും കൊടുത്തിട്ട് നടന്നു പറ. നിങ്ങൾക്ക് എന്ത് ഇപ്പൊ കണ്ണാടി നീ നോക്കിയത്? അയ്യോ കഴുത്തിൽ ഉടക്കം എഴുത്താ. നിങ്ങൾ പറഞ്ഞേ പറയും, ഞാൻ പോണു. ഒരുത്തര് പെണ്ണ് നോക്കാൻ പോകുമ്പോ അവിടെയുള്ള വീട്ടുകാർ അവനല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നീ ഈ മാലയും ഈ കണ്ണാടിയൊക്കെ വെച്ച് ഫിറ്റ് ചെയ്തോണ്ട് പോയാ ഞാൻ വെല്ലോ പറയും കേട്ടോ. നീ വെല്ലോ 2 സെക്കൻഡ് സ്വപ്നേട്ടനെ തുറിച്ചു നോക്കി നിന്നാ ഈ കല്യാണം മുടങ്ങും. അയ്യോ പിന്നെ അത് ഭയങ്കര ഇതാണ്. കൊള്ളാം. പിന്നെ ഈ കഷന്റെ തലയും കൊടവയറും ചള്ളവയറും കൊണ്ട് നടക്കുന്ന സ്വപ്നേട്ടൻ ആരും പെണ്ണ് കൊടുക്കോ? നേരെ വണ്ണം എന്റെ ഇച്ചായ ആരെങ്കിലും സ്വപ്നേട്ടന്റെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി വരണതും പെട്ടെന്ന് അവരെ ശ്രദ്ധ എന്നിലേക്ക് കേന്ദ്രീകരിക്കണം. അതാണ് ഞാൻ ഈ ഗ്ലാസ് മുത്തൊക്കെ വെച്ചോണ്ട് പോണത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയെങ്കിലും കല്യാണം നടക്കട്ടെ എന്ന് അല്ല, എനിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ ഒരുങ്ങി കെട്ടി പോണത്. ഭയങ്കര കണ്ടുപിടുത്തം തന്നെ, ഭയങ്കര കണ്ടുപിടുത്തം. ശരി ഓക്കെ, അവ അവിടെ പിണങ്ങിയിരിക്കണം. അവിടെ ഇരിക്കണം. ഞാൻ നേരത്തെ മുടി കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണെടുത്തും ചോദിക്കണേ, നീ എന്തിനാ എന്നോട് പറഞ്ഞേന്ന്? 2 ഞാൻ നല്ല
പ്രത്യേക വഴക്ക് പറഞ്ഞു കയറ്റി കൊടുത്തിട്ടുണ്ട്. എടി അത് തന്നെ ഞാൻ എന്തിന്റെ അടുത്ത് ചോദിക്കണം, നീ എന്തിനാണോ പോണത്? നീ എന്തിനാണ് അവന്റെ കൂടെ പോണത്? നീ എന്തിനാണ് ഇപ്പൊ പെണ്ണ് കാണാൻ അവന്റെ കൂടെ പോണത്? പിന്നെ ഞാൻ എന്താ കാര്യം പോവും? പിന്നെ എന്റെ സ്വപ്നേട്ടൻ കെട്ടുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളുണ്ട്. നല്ല പെണ്ണാണ്, കാണാൻ കൊള്ളാണ്, എനിക്ക് സങ്കല്പങ്ങളില്ലേ? നിന്റെ സങ്കല്പത്തിന് അനുസരിച്ച് പെണ്ണ് നോക്കി നോക്കി തന്നെ അവൻ കൈന്റെ തലയായിട്ട് 10-35 വയസ്സായിട്ട് അവിടെ ഇരിക്കപ്പെട്ടായിട്ട് അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കട്ടെ. ഇത് ഇരുന്നാലും കെട്ടുമ്പോ നല്ലത് നോക്കി കെട്ടണം. അല്ലാതെ എല്ലാവർക്കും ഇപ്പൊ ടോമിസാനെ പോലെ ഭാഗ്യം കിട്ടണമെന്നുണ്ടാ? എന്നെ പോലെ സുന്ദരി പെൺപിള്ളേരെ കിട്ടുമോ? നിങ്ങൾ സമ്മതിക്കൂലോ? കുശുമ്പ്. അയ്യാ അങ്ങ് സ്വന്തമായിട്ട് പച്ച ചുവപ്പൊക്കെ അങ്ങ് പോരുത്തേണ്ട്. എന്റെ ഭാഗ്യമൊന്നും. ഞാൻ തന്നെ പോകും. എടി നോക്കെ അവ ഇപ്പൊ എന്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് വരാനാണ്. നീ എന്റെ അടുത്ത് ചെല്ല. നീ ഇപ്പൊ പോണ്ട. അത് സാധാരണ എന്ന് പറഞ്ഞാൽ നീ പോണ്ടെന്ന് പറഞ്ഞ മറ്റേ ഗംഗയെ പോലെ ഇന്ത്യ ചോദിക്കണേ. ഇനി സാധാരണ നമ്മള് പെണ്ണ് കാണാൻ പോകുമ്പോ അളിയ സാധാരണ പോണേ. ഞാൻ പോയി പെണ്ണ് ഒന്ന് കണ്ട് അവന് ഇഷ്ടപ്പെട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണല്ലോ വീട്ടുകാർ പെണ്ണുങ്ങളെല്ലാവരും കൂടെ പോണത്. അപ്പൊ ഞങ്ങൾ ആദ്യം പോകാം, എന്നിട്ട് നിങ്ങളെ വീട്ടുകാർ പെണ്ണുങ്ങൾ പൊയ്ക്കോ. അത് എന്നെ തെറ്റാണ്. പെണ്ണ് കാണാൻ പോകുമ്പോ പെങ്ങളെ കൂടെ കൊണ്ടുപോയി എന്താ കുഴപ്പം? പെങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഒരൊറ്റ പുരുഷൻ പോലും കെട്ടിയ ചരിത്രം ഇതുവരെ ഇല്ല. പിന്നെ അവിടെ ഇരിക്കട്ടെ വിചാരിക്കണം. ഈ താമസിച്ചാൽ നല്ല പെണ്ണുങ്ങൾക്ക് കിട്ടുമല്ല. ഈ ചായ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവള് കുലസ്ത്രീയാണോ കുലമഹിമയുള്ളവളാണോ കുലീനമതിയാണോ എന്നൊക്കെ ഒരു പെണ്ണിനെ കാണാൻ അറിയാൻ പറ്റുള്ളൂ. അവൻ പറയണേ നീ പോയി കഴിഞ്ഞാ നീ പോവേണമെങ്കിൽ അവൻ വരൂലെന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞാ നീ ഇങ്ങോട്ട് വിളി. എന്നിട്ട് കൊടുക്കും ഞാൻ ചെയ്യുന്നത്. ഞാൻ മര്യാദയ്ക്ക് ഒരുങ്ങി ഇറങ്ങി നിൽക്കാൻ പറ. 1/2 മണിക്കൂർ ഞാൻ സമയം കൊടുക്കും. അതിനുള്ളിൽ ഒരുങ്ങി ഇറങ്ങി നിൽക്കാൻ പറഞ്ഞോണം. എന്റെ സ്വഭാവം മാറ്റിക്കല്ലെന്ന് പറ. അപ്പൊ നിനക്ക് നീ പോയാ പറ്റും. ഞാൻ പോകും. പിന്നെ എനിക്കറിയണ്ടേ ആ പെണ്ണ് നാട്ടും പോലെ എടുക്കണ പെണ്ണാണ് അല്ലേ എന്നൊക്കെ? പെണ്ണ് കണ്ടില്ല, അതിന് മുമ്പ് ഇവിടെ പോയത് തുടങ്ങി. പെണ്ണ് കണ്ടില്ല, അതിന് മുമ്പ് ഇവിടെ പോയത് തുടങ്ങി. മതി ചെന്ന് പറ. ഒരുങ്ങി ഇറങ്ങി 1/2 മണിക്കൂറിനുള്ളിൽ ഒരുങ്ങി ഇറങ്ങാൻ പറയണേ എന്നോട്. 1/2 മണിക്കൂർ പിന്നെ എനിക്ക് ഒരുങ്ങണ്ടേ ചായ? അപ്പൊ ഒരുങ്ങി തീർന്നില്ലേ? വൃത്തി വെടുപ്പിലേക്ക് വരാൻ എന്നോട് പറഞ്ഞെന്ന് കൂടെ പറ. NH റിഫ്ലക്ടർ വെക്കുമ്പോൾ മുഖത്ത് നിറയ്ക്കാൻ പൊട്ടും കൂടെ പോയി ഒരു 10 12 വലിയ പൊട്ട് വയ്ക്കാലോ. പിന്നെ കാണുമ്പോഴേ ഡേഞ്ചർ എന്ന് തോന്നുന്നു. ഡേഞ്ചറാ? നിങ്ങളതൊക്കെ പറ. എനിക്ക് കുശുമ്പാണ് വെച്ചാൽ എനിക്കറിയാം. നീ എന്ത് തീറ്റി തിരിച്ചോണ്ടിരിക്കണേ? നീ പോണില്ലേ സമയം? എനിക്ക് വേണ്ട, ഞാൻ പോവില്ല. പോണില്ലേ? അവള് പറഞ്ഞ അവള് കൂടെ വരാന്ന് പറഞ്ഞ അവളെ വാശി പറഞ്ഞു. നീ പോ. എന്റെ അളിയാ അവളുടെ അടുത്ത് ഞാൻ പോകൂല. അവളെ കൂടെ പോണേനെക്കാട്ടും നല്ലത് ഒരു പായ എടുത്തോണ്ട് റിവേഴ്സ് ആയിട്ട് കൊണ്ട് തല വെച്ച് കഴിഞ്ഞാൽ അതിനെന്തോ പോണ പരിപാടിയില്ല. എടാ പോടാ. പോകൂല എന്ന് പറഞ്ഞില്ല അളിയാ. അവള് പോയാ വരാൻ നോക്കിയാ കാണാൻ എന്താ ചെയ്തിട്ട്. ഇത് വലിയ കഷ്ടമല്ലേ അളിയല്ല അതെയല്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ അടയും ചക്കരയും പോലെ ആണ്. നമ്മളങ്ങനെയാണ്. ആങ്ങൾ മോളെ അത്ര ഇഷ്ടത്തിലാണ് എല്ലാം തന്നെയാണ്. പിന്നെ പോ. ഇതില് അവളെ കൊണ്ടുപോകാൻ പറ്റൂല. പെണ്ണ് കാണാൻ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. കഴിഞ്ഞ ആറ്റിങ്ങനെ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് എന്തായി? അവളെ കൊളായില്ലേ? അത് അവള് പറഞ്ഞ പെണ്ണിന് എന്തോ സ്വഭാവ ദൂഷ്യോ എന്തോ കണ്ട സ്വഭാവം കൊള്ളൂലെന്ന് പറഞ്ഞിട്ടല്ലോ. എന്തോന്ന് സ്വഭാവം കൊള്ളൂല. പെണ്ണൊക്കെ കണ്ട് എനിക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെളിയിറങ്ങിയിട്ട് അവള് ഷാക്കൻഡ് കൊടുത്തു. അവളും ഷാക്കൻഡ് കൊടുത്തു. ഷാക്കൻഡ് കൊടുത്തെടുത്ത് ഇവളെ മുഖത്ത് നോക്കിയില്ല. അവള് വേറെ എവിടെയോ നോക്കിക്കൊണ്ടിരുന്നു. ഒത്ത അഹങ്കാരം കൊടുത്തു. അതുകൊണ്ട് വേണ്ട. ഇത് നീ കള. നീ കാര്യം ചെയ്യും നോക്കെ. ഞാൻ അവളുടെ പറഞ്ഞിട്ട് അവൾ ഒരേ വാശിയിൽ നിൽക്കണം. നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നേ പറ്റുള്ളൂ. എടാ നില്ലടാ, ഞാൻ പറയാം, ശ്രദ്ധിക്കും. നോക്ക്. പോവില്ല. അത് ഞാൻ കാര്യം പറയണ്ട. പോവില്ല. എടാ ഞാൻ പറയണ കേള്. നീ നോക്കെ. നീ അവളെ കൂടെ പോയി കാണും. അവളെ കൂടുതൽ സംസാരിപ്പിക്കാതിരുന്നാൽ മതി. എവിടെയാണ് അവളെ പോയി സംസാരിക്കാതിരിക്കുന്നത്? പോയോറിന് ആദ്യം അവളെ കാരണം ഇടിച്ചു കാരണമാണ്. അത് നടക്കില്ല. എടാ പോടാ. അത് എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പോകൂല. എന്തോ അവൻ പറയുന്നത്? അവന് പോവാൻ വയ്യാന്ന്. അത് അവൻ മാത്രം തീരുമാനിച്ചാ മതിയോ? അമ്മായി പറ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ട. തീറ്റി മാറ. നീ പെണ്ണ് കാണാൻ പോവൂലേ? നീ പെണ്ണ് കാണാൻ പോകുന്നില്ലേ? പോവില്ല. എന്താ നീ പോകുന്നില്ല? നീ പോവോ ഇല്ലയോ? വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാനാ.
അതുകൊണ്ട് തന്നെ നീ പോകും. സമയമില്ലാത്ത സമയത്ത് ഓരോന്നും പറഞ്ഞോണ്ട് നിൽക്കും. ഇതാണ് ഒരുങ്ങിക്കൊണ്ട് നിന്ന സമയം പോണതും അറിയൂല. ഇച്ചായ ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ വാ ഇങ്ങോട്ട്. ഇവിടേക്ക് എന്തോ ഞാൻ പോണേ, കാര്യങ്ങളൊക്കെ നേരം വേണം നോക്കിക്കൊണ്ട് സമയമില്ലാത്തോണ്ട് ഞാൻ പോണം. എന്ത് ഞാൻ പോട്ട് വിശേഷങ്ങളൊക്കെ വന്നിട്ട് പറയാം. ഇച്ചായ എന്തൊരു ആവശ്യത്തിന് എവിടെ പോണേ? നല്ലിക്കോട്ട് പെണ്ണാണേ. ആർക്ക്? സ്വപ്നെ. അങ്ങനെ സ്വപ്നകുമാറോടെ അവരെ കൊണ്ടുപോയില്ലേ? അയ്യോ ആ സാധനത്തിന് ഇവിടെ വെച്ച് മറന്നു. ഞാൻ മറന്നു. വിളി വിളി വിളി. എന്ത് നിങ്ങൾ വിളിക്കണ? നിങ്ങളല്ലേ കൊണ്ടുപോണ വിളിയങ്ങോട്ട്. സ്വപ്പു നിന്നെ കൊണ്ട് പോയ എന്ന് നടക്കുമെന്ന് എനിക്ക് തോന്നണ്ട. സ്വപ്പു അയ്യടാ, ഇത് LKG പഠിക്കുന്ന പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകണക്കാണല്ല. ഇതെന്തിന് ഇങ്ങനെ നിൽക്കണെന്നാണ് ഞാൻ ചോദിക്കണത്. വെടി കൊണ്ട് പന്നിയെ പോലെ. പെണ്ണ് കാണാനല്ലേ പോണേ, അല്ലെങ്കിൽ കൊല്ലാണെന്നും അല്ലല്ലോ കൊണ്ടുപോണേ. നിന്റെ കൂടെ പെണ്ണ് കാണാൻ പറഞ്ഞത് എന്നെ കൊല്ലാൻ കൊണ്ടുപോണൊക്കെ ഒരുപോലെ തന്നെ. ഞാൻ ചിരിച്ചില്ല. അതിന് സ്വപ്നേട്ടന്റെ കുഴപ്പം. ചിരിക്കൂല. സ്വപ്നേട്ടന്റെ പെണ്ണാണല്ലേ പോണത്. ഇവിടെ ചിരിക്കേണ്ട സ്വപ്നേട്ടൻ ചിരിക്കണം. ആദ്യം പെണ്ണാണാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എന്റെ ഇച്ചായ അവിടെ കൊണ്ട് ഇരുത്തി പെണ്ണ് ചായം കൊണ്ട് വന്നത് ഈ വേറെ കൈയിരുന്ന്. അയ്യേ, പെണ്ണെന്നെ പിടിച്ച് വീങ്ങാൻ പറഞ്ഞ പോലെ ചിരിക്കണം. സന്തോഷിക്കും. പെണ്ണ് കാണാൻ എന്റെ പോണത്. വെടി കൊണ്ട് പന്നിയപ്പോ ഇങ്ങനെ ഇരിക്കാതെ ചിരിക്കേ. എങ്ങനെ ശരിക്കും ദുരിതത്തിലേക്ക് പോകണം. എന്റെ പൊന്നളിയാ, ഇത് തന്നെ അവിടത്തെ അവസ്ഥ. പിന്നെ അവിടെ പോകുമ്പോ എന്റെ സ്വഭാവം എനിക്ക് അങ്ങ് മാറ്റാൻ പറ്റും പെട്ടെന്ന്. എനിക്ക് പിന്നെ അതിന് പോകണ്ടല്ലേ, ഏതാണ്ട് കാര്യത്തിലൊരു തീരുമാനമായി. ഞാൻ എന്റെ സ്വഭാവം മാറ്റിക്കേണ്ട കാര്യം. ചിരി ചിരി. ഇവിടെ അടിച്ചു വയ്ക്കാം. എന്റെ ചിരി പല്ല് വെളി കണ്ടിട്ട്. പെണ്ണ് കാണാൻ പോകുന്നതല്ല എന്ന് നീ മനസ്സിൽ ആലോചിക്കും. ടൂറിന് പോകണം. കൂടെ പോണ കളിയാ. പല്ല് ഇത്തിരിയാണ് ഇങ്ങനെ. അങ്ങനെയല്ല ചിരിക്കണ്ട, ശരിക്കും ചിരിക്കേ. ഇങ്ങനെ അമ്മാവിയും കൂടെ കൂടണ അമ്മാവി. അല്ല, ചിരിക്കാൻ എന്റെ പെണ്ണിനും കിട്ടത്തില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ ചിരിച്ചോളും. നീ വെറുതെ ഓരോന്ന് പറഞ്ഞ അവനെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ ഉണ്ടായിരിക്കല്ലോ. ഞാൻ രണ്ടു വന്നാൽ ഈ തടിമാട്ടിനെ കൊണ്ട് പെണ്ണ് കടിച്ചിട്ട് അടങ്ങും. ഇന്നൊക്കെ കിട്ടിക്കോ നീ? അങ്ങനെയാണ് ഞാനും കൂടി വരട്ടെ. ഒരു നല്ല കാര്യത്തിനാകുമ്പോ മൂന്നരയുടെ പോണ അങ്ങനെ ശരിയാവത്തില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വാ ഇങ്ങോട്ട്. ഈ കളി നീ ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ എന്നുള്ളതിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. മാമി പോട്ടാ. അത് കറക്റ്റ്. പെണ്ണ് കണ്ടുവരുമ്പോ അവൻ ബാക്കി ഉണ്ടാവോ എന്തോ. അത് അവളെ വർത്താനം പോലെ ഇരിക്കും. അവളെ വർത്താനം പോലെ ഇരിക്കും. സുരേഷിനെ ഫോൺ ചെയ്ത് കാർ വിളിച്ചിട്ടൊക്കെയാണ്. എനിക്ക് എപ്പോഴാണ് എന്താണ് ആവശ്യം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പിന്നെ സുരേഷ് വിളിച്ചപ്പോൾ കിട്ടില്ലെങ്കിൽ നീ കരുനാക്ക് വിളിച്ചൊന്ന് പറയല്ലേടാ. നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ. നല്ല കാര്യം. കണ്ടേച്ചും വരട്ടെ. നേടാ ചായ കൂടി. അല്ല, പെണ്ണ് കാണാൻ പോയാരോ കാണുന്നില്ലല്ലോടാ. അവളല്ലേ അവന്റെ കൂടെ പോയത്. പിടിച്ചിട്ട് വെക്കാരുതാ. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഈ ഫോണിൽ നിന്ന് ആ സ്വപ്നകുമാറിന്റെ നമ്പറിലേക്ക് വിളിക്കും. അമ്മായി എന്നെ വിളിച്ചാൽ എനിക്ക് ഈ കുണ്ടാണത്തിനെ വിളിക്കാനൊന്നും അറിയില്ലടാ. തന്നെയല്ല ഞാൻ കണ്ണാടി വെക്കും. വിളിക്കാന്ന് വേണ്ട. അവര് അവിടെ എത്തി തോന്നുന്നു. എവിടെ? അപ്പുറത്തെ ജംഗ്ഷനിൽ സംസാരിക്കുന്നത് ഇവിടെ ഇരുന്ന എനിക്ക് കേൾക്കാം. മൈ വാ. അങ്ങ് അറ്റം പോലെ തുടങ്ങാ കൊല 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 കൊല. ഒന്ന് മര്യാദക്ക് ഇരിക്കുവോ നീ? ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കണം കേട്ടല്ല. ഒരു സുന്ദരി പെങ്കൊച്ചിനെ കെട്ടിച്ചേരാൻ പോണത്. പറഞ്ഞില്ലെന്ന് വേണ്ട. നിന്റെ പറച്ചിലാകാണ്ട് തോന്നുന്നില്ല. നിന്റെ മോളാണ് നീ കടിച്ചേരണത്. പിന്നെ 100 കല്യാണം പറഞ്ഞിട്ടാണ് ഈ കല്യാണം ഞാൻ നടത്തണത് കേട്ടാ. അപ്പൊ കൂടുതൽ വെള്ളത്തിലൊന്നും ഇവിടെ എടുക്കണ്ട കേട്ടാ. പോട്ടെ വാങ്ങിട്ട്. കേട്ടല്ലേ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? വരുന്നുണ്ട് വരുന്നുണ്ട്. ഒന്നുമില്ല. കൂടുതൽ തന്നെ ഭരിക്കാൻ പറ്റില്ല. എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് മനസ്സിലായി. പോക്കട്ടപ്പോഴേ അടിയിട്ട് കാണുമെന്ന്. അതല്ല, എന്റെ സ്വപ്ന സുന്ദരി പെണ്ണെ കിട്ടി. ആ സുന്ദരിയാണോ ഞാൻ പറയട്ടെ? പറയടാ.
പറ. അവന് ചിരി കണ്ട് അറിഞ്ഞൂടെ? അവന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു കേട്ടോ നല്ല സുന്ദരി പെണ്ണാണെന്ന്. അയ്യടാ അവന്റെ ചിരി നോക്കിയേ. ചിരി എന്തേ അവിടെ ചെന്ന് പെണ്ണിനെ കണ്ടതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ മനസ്സില്ല. ഒരു കിലോ പിടിച്ചു കൊടുത്തോളാം ഞാൻ ഇങ്ങോട്ട് വരണത്. അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോണ്ടായിരിക്കും. ഇഷ്ടം പിന്നെ അതൊന്നുമല്ല, ഞാൻ അവിടെ ആ പെണ്ണിനെ നോക്കിയിരുന്നൊന്നുമല്ല. പെണ്ണിന് എന്നെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ വേണ്ടി അവര് ചോദിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ്. എന്തിനു പ്രത്യേകിച്ച് ചോദിക്കുന്നത്? പെണ്ണ് വന്ന് മുന്നിൽ നിന്നതും പുന്നടി കണ്ട എലിയെ പോലെ വായും തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് കൂടെ വന്നാന്ന് വെച്ചാൽ പിടിച്ചോണ്ട് ഇങ്ങനെ വന്നനാ അവസ്ഥയായിരുന്നു. വായും തുറന്നുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഇഷ്ടായോ? ഒരു മിനിറ്റ്. അവന്റെ ഒരു നാടേ ആ പെണ്ണ് വീട്ടുകാരാണ്. ഡിമാൻഡ് വല്ലതും ഉണ്ടോ ചോദിക്കാൻ. പിന്നെ ഡിമാൻഡ് കയറിട്ട് ഇങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ. പിന്നെ അതെന്ത്? എനിക്ക് നല്ല തന്നെ കിട്ടിയത്. ഓ ആ ശരി ശരി. എന്താ പറഞ്ഞു? അവർക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. അതെന്താ എവളെ കൊണ്ടല്ലേ പോയത്? നീ എന്തോന്ന് ചെയ്തില്ലടി, എന്തോന്ന് ചെയ്യാത്തത്? എന്റെ പൊന്നളിയ, സാധാരണ നമ്മളൊരു പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണിന്റെ വീട്ടുകാർ ചോദിക്കും പയ്യന് പെണ്ണിന് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ചോദിക്കും. അപ്പൊ ആരാണ് പയ്യനല്ലേ പോകേണ്ടത്? അവിടെ പയ്യൻ ഞാനല്ലേ. ഞാൻ എണീറ്റ് തന്നെ എവള് പിടിച്ചിരുത്തിയിട്ട് എവള് പോയി ഒരു റൂമിനകത്ത് കയറി അവർ കൂടി എന്തൊക്കെയോ സംസാരിക്കില്ല. എത്രയോ സമയം. പിന്നെ സംസാരിക്കണ്ടേ? പെണ്ണിന്റെ കൊഞ്ഞുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്? അതുകൊണ്ട് ഞാൻ പാട്ട് പഠിപ്പിച്ചു നോക്കി. പിന്നെ കാലിൽ മുടന്തി ഉണ്ടെന്ന് കെട്ടിക്കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? അതുകൊണ്ട് ഡാൻസ് പഠിപ്പിച്ചു നോക്കി. പിന്നെ മുടി അപ്പാ പറയാ ഇത്രയും ഉണ്ട്. ഒറിജിനൽ തിരുപ്പനും അല്ല അത്. അത് നീ ഒറിജിനൽ എങ്ങനെ അറിഞ്ഞത്? പിടിച്ചു വരച്ചു നോക്കി. പിന്നെ അങ്ങനെ എനിക്ക് അറിയാൻ പറ്റും ഒറിജിനലാണോ തിരുപ്പനാന്നൊക്കെ പിടിച്ചാൽ അറിയാൻ പറ്റും. അത് പോട്ടെ. നീ എന്തിനാണ് അവിടെ തല ഇറങ്ങി വീഴുന്നത്? തല ഇറങ്ങി വീഴുന്ന കാര്യം തോന്നുന്നു നിനക്ക്? തലയിറങ്ങിയത് രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. അതെന്റെ അഭിനയായിരുന്നു. ഇച്ചായ ഈ സ്വപ്നയുടെ എല്ലാം കുടിച്ച് 4 കാലത്ത് നടക്കുന്ന ആളല്ലേ. എവിടെയെങ്കിലും കിടന്ന് കിടന്നാൽ എടുത്ത് പൊക്കാനുള്ള ഒരു ആരോഗ്യം ആ പെങ്കൊച്ചിന് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയണ്ടേ. അതിനു വേണ്ടി ഞാൻ തലയിറങ്ങി വരികയാണ്. ആ പെങ്കൊച്ചിനെ എടുത്ത് കട്ടിൽ കിടത്തി ഇച്ചായ ആരോഗ്യക്കണ്ടോട്ടോ. ഭയങ്കര ബുദ്ധിയായിരുന്നു നിന്റെ പരീക്ഷണം. ആ പരീക്ഷണം അവിടെ വെച്ച് നിർത്തിയത് നന്നായി. എന്തോന്ന് സ്വാഭാവിക ഇതുപോലെ വേറെ സാധനം ഉണ്ടായി. ഇവിടെ ഒറ്റ കല്യാണം മുടക്കിയത്. അല്ലെങ്കിൽ പിന്നെ ഈ മരം കൊണ്ട് പിടിച്ച മോന്തോളോ ഇനി ആര് പെണ്ണോട് പിന്നെ ഒരുമാതിരി ഒരു ഇതില്ല. ആളുകൾ കേട്ട് കഴിഞ്ഞാൽ എന്തെന്ന് വിചാരിക്കും. മുമ്പ് വന്നിരുന്നു ഈ കിടന്ന് ഈ വർത്താനം പറയണത്. അലിയെ കൂടുതൽ സംസാരിക്കണ്ട. അലിയല്ലോ ഭാര്യ ഒറ്റ ഇതിന്റെ കല്യാണം മുടങ്ങിയത്. അതെന്താ വർത്താനോടെ? നിന്റെ മംഗളായനേഷനിൽ എന്റെ ഭാര്യ ആയതവള്. ഞാൻ എന്തോ രാവിലെ എന്തോരം നേരം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഇത്രയും മേക്കപ്പ് മാറി വലിച്ച് ഞാൻ കൂടെ വന്നില്ലറിയോ? സ്വപ്നയുടെ മുണ്ടി ഷർട്ടോട്ട് കുടിഞ്ഞു പറയാൻ വന്നാൽ മതിയായിരുന്നല്ലോ. അതാണ് പ്രശ്നം ഇവിടുത്തെ. നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ. കാര്യം എന്താണെന്നുള്ള നമുക്കൊന്ന് അന്വേഷിക്കാം. എന്തോന്ന് അന്വേഷിക്കാൻ മമ്മി? എനിക്കിത് ആദ്യമേ അവിടെ പോയി ചെന്ന് കയറിപ്പോ എനിക്കറിയാം. അവളെ കൊലകൊളകളാണോ വർത്തമാനോ അവളെ ജാടയും ഇതൊക്കെ കണ്ടപ്പോ അവര് വിചാരിച്ചു എവിടെയെങ്കിലും ചേട്ടാ ഞാനും അങ്ങനെയുള്ള ഒരു വൃത്തിയുടെ സ്വഭാവമാണെന്ന് അവര് വിചാരിച്ചാണ്. അതുകൊണ്ട് എനിക്ക് കേട്ടി തരാത്ത പെണ്ണില്ല. എന്റെ പ്രത്യേക സ്വഭാവം എന്തോ ജാട കാണിച്ചു. പിന്നെ ഞാൻ എന്തോ ജാട കാണിച്ചു തരമായി പറ. ഞാൻ അവിടെ ചെന്നിട്ട് ആ പെങ്കൊച്ചിനടുത്ത് ഈ സ്വപ്നേട്ടിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളെന്നോട് പറഞ്ഞെന്നറിയാമോ? എന്റെ ചേട്ടനായിട്ട് ഞാൻ കള്ളം പറയണല്ല, പുകഴ്ത്തണല്ല, തങ്കപ്പെട്ട സ്വഭാവമാണ്. വായത് കമ്പിട്ട് കുത്തിയപ്പോൾ കടിച്ചൂലെന്ന്. രണ്ടെണ്ണം വാങ്ങിക്കും. ഞാൻ വിളിച്ചു ചോദിക്കട്ടെ എന്താണ് പ്രശ്നം? അയ്യോ ഇനി വിളിച്ച് ചോദിക്കാറില്ല. അവിടുത്തെ പ്രശ്നമാണ് താൻ നിൽക്കണേ. പച്ച ചുടുതാണോ ഒരു 2 കിലോ കുമ്മായമാര് മുഖത്തടിച്ചോണ്ടിരിക്കണേ. ഇത് തന്നെയാണ് ഇന്നത്തെ പ്രശ്നം. മതി ഫോണിങ്ങനെ അവരാ വീട്ടുകാരെ വിളിച്ചോ ചോദിച്ചു. അവസാനം വന്ന നമ്പറാണ്. നീ എന്തിന്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഭർത്താവ് ഞാൻ പിന്നെ കേട്ടാ എന്റെ തനി കൂടെ 2 എണ്ണം അറിയും. പറഞ്ഞേട്ടാ എനിക്ക് അടുത്തുണ്ടായിരുന്നു. എന്നെ നോക്കണുണ്ടെന്ന് എനിക്ക് അറിയണ്ടേ? തീറ്റപ്പണ്ടാരമ്മേ അവര് നിന്നെ നോക്കാൻ പാടില്ലേ? നോക്കണ്ട എന്താ തീറ്റപ്പണ്ടാരം? എന്റെ അമ്മായി അവിടെ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ചായ കൊണ്ട് വച്ചിട്ട് അച്ചപ്പവും മിച്ചറൊക്കെ കൊണ്ട് വെച്ചാൽ അവസ്ഥ അമ്മായിക്ക് അറിയാലോ. അവൻ തിന്നു കാണും. തിന്ന്
പിന്നെ പിന്നെ അത് തിന്നാലേ കൊണ്ടുവയ്ക്കണം. പഞ്ഞിക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. അമ്മായി പറ പഞ്ഞിക്കാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ അമ്മായി അവളെ എന്റെ പോറ്റമ്മായി ഒരു 1000 വട്ടം പെണ്ണാണ് പോയപ്പോ ഞാൻ ഈ തീരുമാനം എടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവയ്ക്കുമ്പോ തിന്നില്ലേ. എന്റെ അമ്മായി അത് ഞാൻ അറിയാതെ തിന്നുപോയാണ്. ഞാൻ അറിഞ്ഞോട് തിന്നണല്ല അത്. തിന്നോ തിന്നും ഞാൻ സമ്മതിച്ചു. പക്ഷെ അങ്ങനെ എനിക്ക് അവരെ വീട്ടിൽ മിക്സർ മാത്രം കൊണ്ടുവച്ചപ്പോ അതിന് കപ്പലണ്ടി കുറവെന്നും പറഞ്ഞോണ്ട് എന്തിനാ അവരെ കളിയാക്കി ചിരിക്കാൻ പോയത്? കപ്പലണ്ടി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഞാൻ കപ്പലണ്ടി കുറവായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ പോകുന്ന ഞാനല്ലേ അവളാണോ? രണ്ട് കണക്കല്ല ഒരു കുടുംബത്തിലാണ് ഈ കല്യാണം എന്താണ് നടക്കാത്തതെന്നുള്ള കാരണം ഞാൻ വിളിച്ചു ചോദിച്ചു. എന്ത് കാര്യം? കേക്കട്ടെ. ഇവള് ആ പെണ്ണിനെ കൊണ്ട് ആ മുറിക്കകത്ത് പോയി സംസാരിക്കാൻ പോയില്ലേ? അപ്പൊ നീ എവിടെയായിരുന്നു? എന്തെടുക്കായിരുന്നു? അവൻ മിച്ചറിലെ കപ്പലണ്ടിയുടെ എണ്ണ എടുത്തോണ്ടിരിക്കല്ലായിരുന്നു. അത് മാത്രമല്ല പെണ്ണിന്റെ ഒരു അമ്മാവ് അവിടെ വന്നിരുന്നു. അയാളായിട്ട് ഞാൻ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ അത് തന്നെ സംഭവം കറക്റ്റ്. ഡേ ഈ പെണ്ണിന്റെ അകന്ന അമ്മാവൻ നിന്റെ മുഖത്ത് നോക്കിയിട്ട് മദ്യപിക്കുമോ എന്ന് ചോദിച്ചാ ഞാൻ അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞല്ല. അപ്പൊ തന്നെ പറഞ്ഞു വേണ്ടെന്ന്. വിളിക്കേ അറിയാ ആ കളവയില്ലേ ആ അമ്മാവ് ഒരു മാരത്തെ ഇതാണ്. അയാൾ നൈസിൽ മദ്യപിക്കുമോ അല്ലെ ചോദിക്കണം. അയാൾക്കൊരു മാന്യത നമ്മൾക്കൊരു മാന്യതയില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഒറ്റ പ്രാവശ്യം ആൾ നിർബന്ധിച്ചോളൂ. ഒരുപാട് നിർബന്ധിച്ചില്ല. കുറച്ചുകൂടെ നിർബന്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് കൊള്ളാം. ബെസ്റ്റ്. എടാ വാഴപ്പിണ്ടി പോലെ വളർന്നടാ വായി നോക്കി. നിനക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ബുദ്ധിയെങ്കിലും വേണ്ടി. ആ പെണ്ണിന്റെ അകത്ത് അമ്മാവൻ നിന്റെ അടുത്ത് മദ്യപിക്കുമോ എന്ന് ചോദിച്ചത് നിനക്ക് മദ്യം വേണോ എന്നുള്ള അർത്ഥത്തിലല്ല. നിനക്ക് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ ഉടനെ പറഞ്ഞു എനിക്കിപ്പോ വേണ്ടാന്ന്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി 24 മണിക്കൂർ വെള്ളം അടിച്ചുകൊണ്ട് കിടക്കണമെന്നാണ് മനസ്സിലായി മനസ്സിലായി. അയ്യോ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വെള്ളം അടിക്കത്തില്ല. അയാള് വന്ന് ചോദിച്ച രീതിയും ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തരാൻ വേണ്ടി. ഫസ്റ്റ് ദിവസം പെണ്ണിനെ കിട്ടിയല്ല. ഫസ്റ്റ് ആലോചിച്ചോളൂ. പെണ്ണിനെ കാണണല്ലോ. ഉടനെ അമ്മ വിളിച്ചു സ്മോള് തരാനാണെന്ന് പറഞ്ഞില്ല. എടാ അങ്ങനെയുള്ള ആർക്കെങ്കിലും നിന്റെ കുടുംബത്താണെങ്കിൽ നീ പെണ്ണ് കൊടുക്കും. അതെ അതെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നിനക്ക് അങ്ങനെ പലതും തോന്നി. ഈ സാധനത്തിന് മാത്രമല്ല നിനക്ക് തോന്നല്. ബാക്കി ഒന്നും തോന്നില്ലല്ലോ. പോയത് പോയി പോട്ടടാ. വിധിച്ചതേ കിട്ടൂ. ഇനിയിപ്പോ നിരാശപ്പെടാൻ നിൽക്കണ്ട. പോട്ട്. അതെ നിരാശ ഉണ്ടായിരുന്നു. അതിപ്പോ അങ്ങ് മാറി കിട്ടി. അല്ലയാ ആ കാരണം അവരുണ്ടെന്ന് അടിക്കാൻ വേണ്ടി വിളിച്ചില്ലേ. അപ്പം അതൊരു മര്യാദയുടെ പേര് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ. അതിലെനിക്കൊന്നൊരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാരണം അവർ അടിക്കാനല്ല വിളിച്ചതെന്ന് മനസ്സിലായില്ലേ. അതോടുകൂടി ആ നിരാശ അങ്ങ് മാറി. എന്നാലും നിനക്ക് നിന്റെ ഈ കല്യാണം നടക്കാത്തതിന് ഒരു നിരാശയില്ല അല്ലേ?